മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 94-ാം വയസ്സിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം അവശനായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞത്. കോൺഗ്രസിനെ പല കാലങ്ങളിലായി കോൺഗ്രസിനെ നയിച്ച KPCCയുടെ അമരത്തിരുന്ന നേതാവായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് സൗമ്യനായ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ നഷ്ടപ്പെടുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച നേതാവിനെ കോൺഗ്രസിന് നഷ്ടമാവുന്നു. എല്ലാ പൊതുപ്രവർത്തകർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നേതാവെന്നാണ് പലരും അദ്ദേഹത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ആ രീതിയിൽ മാതൃകയായി പോന്ന കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ പല പ്രതിസന്ധി കാലത്തും കോൺഗ്രസിനെ നയിച്ച വൻ വിജയങ്ങളിലേക്ക് UDFനെ എത്തിച്ച നേതാവിനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, അദ്ദേഹത്തിന്റെ പൊതുദർശനവും സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമായോ? അത് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നെട്ടയം കാച്ചാണിയിലുള്ള വീട്ടിലേക്ക് അരമണിക്കൂറിനകം മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം അവിടെ പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. നാളെയായിരിക്കും KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള ചടങ്ങുകളുള്ളത്. അതിനുള്ള സമയക്രമീകരണങ്ങൾ എത്തുന്നേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിയത്.